എന്തുവാടാ ഈ കൊച്ചു വാഴ നടക്കണേ? ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, സെക്കൻഡ് ഹാഫ് ഫുൾ കരച്ചില്. വാഴ 2 ദ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു 90s കിഡ്സ് അല്ലെ 2K കിഡ്സിന്റെ പല പിള്ളേരും നമ്മുടെ സ്കൂളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും അവിടുത്തെ ഫൺ കാര്യങ്ങളും അവിടുത്തെ ബാഡ് അനുഭവങ്ങളും എല്ലാം എത്ര രസമായിട്ട് പറയണേ. അവിടുത്തെ കുറെ കാര്യം പറയുന്നുണ്ട്. ഇതൊരു സ്പോയിലറായിട്ട് പറയാൻ ഉദ്ദേശിച്ച പറയാണ്. ടോക്സിക് പാരന്റിങ്, ടോക്സിക് ടീച്ചിങ്, ടോക്സിക് ഫ്രണ്ട്സ്, എല്ലാത്തിന്റെ ബാഡ് സൈഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് ടീച്ചേഴ്സ്, ഗുഡ് പാരന്റ്സ്, ടീച്ചർമാര്, പാരന്റ്സ്, ഫ്രണ്ട്സ്, അനിയന്മാര്, അനിയത്തിമാര്, അച്ഛൻ, അമ്മ. ഈ പടം കണ്ടിരിക്കണം. എന്താ വെച്ചാൽ ഇതിൽ പല മെസ്സേജസ് പറയുന്നുണ്ട്. ഒരു കുട്ടീനെ എങ്ങനെ വാർത്തെടുക്കണം, അവരുടെ ഭാവി, അവരുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണം. ഇതിന് ഫസ്റ്റ് പറയേണ്ട വെച്ചാൽ ഇതിന്റെ റൈറ്റിംഗ്, വിപിൻ ദാസിന്റെ റൈറ്റിംഗ്. അതായത് ഇപ്പത്തെ ഒരു ജെൻ പിള്ളേരെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യുക വെച്ചാൽ വിപിൻ ദാസ് സോ ഗ്രേറ്റ് മാൻ. പിന്നെ ഡയറക്ഷൻ സവിൻ സാ. ഈ ഒരു സാധനം ഫോർമുലേറ്റ് ചെയ്തൊരു സിംഗിൾ സാധനം, ഒരു പടം കിടുക്കാച്ചില്ല, നല്ല പടം കണ്ടിരിക്കണം. അതാ പറയാനില്ല. പിന്നെ പറയുന്ന നമ്മുടെ പിള്ളേര് ആഷിർ, അലൻ, വിനായകൻ, അജിൻ, മച്ചന്മാര് യൂട്യൂബിൽ കാണിച്ചതല്ല. അവരുടെ സാധനം ഉണ്ട്. എനിക്ക് എസ്പെഷ്യലി വിനായകും ആഷിറും ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. ആരും മോശമല്ല. വിനായക് ശരിക്കും എന്താ പറയാ, ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ്. പിന്നെ നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ, അയ്യോ, ആളെ ഇങ്ങനെ ഞാൻ ഒരു ക്യാരക്ടറിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത്ര ഇമോഷണൽ ബിജുക്കുട്ടന്റെ റോൾ കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദാറ്റ് വാസ് സോ നൈസ്. പിന്നെ വിജയ് ബാബു, അത് നിങ്ങൾ സിനിമ കാണണം. വിജയ് ബാബുവിന്റെ റോളും അജു വർഗീസ് റോളും അത് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. അത് അവർ അഭിനയം കൊണ്ടാട്ടോ. പിന്നെ നമ്മുടെ സുധീഷ് ചേട്ടൻ ആസ് ഓൾവേസ് ഒന്നും പറയാനില്ല. പിന്നെ അൽഫോൺസ് പുത്രന്റെ ക്യാമിയോ, ആള് ഉണ്ടാവണം എനിക്ക് 10 മിനിറ്റോ 15 മിനിറ്റ് എക്സ്റ്റൻഡ് ക്യാമിയോ ആയിട്ടുള്ളൂ. പക്ഷെ ആളെ 15 മിനിറ്റ് പറയുന്ന കാര്യം ഓരോ കുട്ടികളും ഓരോ പാരന്റ്സും ടീച്ചേഴ്സ് കണ്ടിരുന്ന് പറയേണ്ട കാര്യം തന്നെയാണത്. ഞാൻ വിചാരിച്ച തിയേറ്ററിൽ ഞാൻ മാത്രമാണ് കരഞ്ഞു വിചാരിച്ചത്. നോക്കുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ നമുക്ക് കരല്ലെങ്കിൽ കണ്ണായിട്ട് തന്നെ ഇറങ്ങിയത്. അതിന്റെ കൂടെ ആ പാട്ടും കൂടി കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽസ് ആണ്. കോമഡിയായിട്ടും പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. കോമഡി സീൻസും എല്ലാം നൈസ് ആയിട്ട്. പിന്നെ ഇതിലൊരു സീൻ ഉണ്ട്, ഞാൻ സ്പോയിലറെ പറയുന്നില്ല. കേരളത്തിന്റെ മതസൗഹാർദ്ദം എന്താണ്, കേരള സ്റ്റോറി എന്താന്ന് ഈ സിനിമയിലോ സീനിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി സ്പോയിലർ ആണോ മുമ്പ് നിന്ന് കാണണം. അതാണ് കേരള സ്റ്റോറി. ആസ് എ ടോട്ടൽ ഈ പടം എങ്ങനെ പറയുകയാണെങ്കിൽ ഈ പടം കാണണം. ചിലപ്പം നമ്മുടെ പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്കോ കുട്ടികൾക്കോ ആർക്കായാലും ഒന്നും മാറി ചിന്തിക്കാൻ കുറെ കാര്യങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, മിസ്സാക്കരുത്. എല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആവട്ടെ. ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. അതുപോലെ വാഴ ഫാൻസിന് വാഴ 1 ആവാം, വാഴ 2 ആവാം, ഏത് വാഴകൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വാഴകളല്ല, എല്ലാവർക്കും അവരുടെ ഗുണമെങ്കിൽ അവർക്കൊരു ബോണ്ട് ഉണ്ട്.